ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ടാരോ എടുത്ത് റീഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് നിങ്ങളുടെ സോളിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നോക്കാം. നിങ്ങൾ ഓരോരുത്തരുടെയും സോളിന് നിങ്ങളോടിപ്പോൾ എന്താണ് പറയാനുള്ളത് നോക്കാം. എന്താണ് നിങ്ങളുടെ സോൾ നിങ്ങളോട് ഈ നിമിഷം പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഇൻ സ്റ്റിൽനെസ് ആണ്. ഇൻ സ്റ്റിൽനെസ് കേട്ടോ. ഇൻ സ്റ്റിൽനെസ് ഹിയർ ദ യൂണിവേഴ്സസ് വിസ്പേഴ്സ് ആൻഡ് അൺകവർ ദ ആൻസേഴ്സ് യു സീക്ക്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ അൺആൻസേർഡ് ആണ്, യൂണിവേഴ്സൽ അലയൻസിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയി. കാരണം കുറച്ച് മുമ്പ് വരെ, അതായത് കുറച്ച് നാൾ മുമ്പ് വരെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു യൂണിവേഴ്സൽ അലയൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരുന്നിരിക്കും. അതുപോലെ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വചനങ്ങളിലൂടെയോ മെസ്സേജുകളിലൂടെയോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നിരിക്കും. പക്ഷേ ഈ സമയങ്ങളിൽ നിങ്ങൾക്കത് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കൊരു നിശ്ചലാവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ടാവും, ഒരു ഹെർമിറ്റ് എനർജി. ഇൻ സ്റ്റിൽനെസ് ഇവിടെ പറയുന്നതാണ്, ഇൻ സ്റ്റിൽനെസ് ഹിയർ ദ യൂണിവേഴ്സസ് വിസ്പേഴ്സ് ആൻഡ് അൺകവർ ദ ആൻസേഴ്സ് യു സീക്ക്. നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ചുറ്റും തന്നെ യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങളതിനെ പുറത്ത് കണ്ടുപിടിച്ചെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മെഡിറ്റേറ്റ് ചെയ്യാൻ ആരംഭിക്കുക, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ട്രസ്റ്റ് നഷ്ടപ്പെടാൻ പാടില്ല. യൂണിവേഴ്സിനൊരു പ്രോസസ്സ് ഉണ്ട്. അത് ആ സമയത്ത് മാത്രമാണ് നിങ്ങൾക്കെല്ലാം ആൻസർഡായി കിട്ടുള്ളൂ. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ സീഡ് ഓഫ് ലൈറ്റ് ആണ്. യു ആർ പ്ലാന്റർ ഓഫ് ലൈറ്റ് ലീവിങ് ആൻ എറ്റേണൽ മാർക്ക് വിത്ത് എവറി ആക്ഷൻ. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പിച്ചിട്ട് വേണം ഈ ഭൂമിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളോട് പറയുവാണ്, നിങ്ങളുടെ സോൾ പറയുന്നത് യു ആർ എ പ്ലാന്റർ ഓഫ് ലൈറ്റ്. നിങ്ങൾ വെളിച്ചം നടുന്നവരും വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നവരും വെളിച്ചത്തെ വിതരണം ചെയ്യുന്നവരുമാണ്. അപ്പോൾ നിങ്ങളൊരു സീഡാണ്, നിങ്ങളൊരു ലൈറ്റിൻ്റെ സീഡാണ്, അല്ലെങ്കിൽ പ്ലാന്റർ ഓഫ് സീഡാണ്. നിങ്ങൾ വെളിച്ചത്തെ നട്ട് പരിപാലിക്കുന്ന ആളാണ്. ലീവിങ് ആൻ എറ്റേണൽ മാർക്ക് വിത്ത് എവറി ആക്ഷൻ. നിങ്ങൾ അനശ്വരമായ മാർക്കുകൾ, അനശ്വരമായ ചിഹ്നങ്ങൾ നിങ്ങളുടേതായിട്ട് ഇവിടെ അവശേഷിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ നന്മ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തിയും ഇവിടെ മാർക്ക് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഞാൻ ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്ക് വേദനിപ്പിക്കാത്തതാവണം, ഞാൻ ചെയ്യുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാവണം എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ സോൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ചീത്ത ചെയ്ത് തിന്മയിലേക്ക് പോകാൻ നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പ്രകാശം പരത്താനാണ് നമ്മുടെ സോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അത്രയും കൃത്യമായിട്ട് സ്നേഹത്തോടു കൂടി എല്ലാവരോടും പെരുമാറുക. നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ സ്നേഹത്തോടു കൂടി പെരുമാറാനായിട്ട് ശ്രമിക്കുക എന്നാണ് നമ്മുടെ സോൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് സോളിൻ്റെ നമ്മളോടുള്ള ഒരു ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത്. ദെൻ ഇന്ന് യൂണിവേഴ്സ് എന്താണ് നേരിട്ട് പറയുന്നത് നോക്കാം. നമുക്ക് ടാരോ എടുക്കാം. അതിന് മുമ്പ് എന്താണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് യൂണിവേഴ്സ് നേരെ നമുക്ക് തരുന്ന ഗൈഡൻസ്? എന്താണ് യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം. എന്താണ് യൂണിവേഴ്സൽ ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് സോൾ സ്റ്റിററാണ്. ആദ്യം പറഞ്ഞു പ്ലാന്റർ ഓഫ് ലൈറ്റ് ആണ്. ഇവിടെ പറയുന്നത് സോൾ സ്റ്റിററാണ്. അതായത് നിങ്ങൾക്ക് ഇന്നേ ദിവസം റൊമാൻസ് ഉണ്ട്, ആർട്ടുണ്ട്, ഓർ എ ഹാർട്ട് ഫെൽറ്റ് മിഷൻ ഈസ് കോളിംഗ്. നിങ്ങൾക്കിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസം. നിങ്ങളിലേക്ക് ഇന്ന് റൊമാൻസ് വരും, നിങ്ങൾക്കിന്ന് ക്രിയേറ്റിവിറ്റി വരും. അതുപോലെ ഓർ എ ഹാർട്ട് ഫെൽറ്റ് മിഷൻ, നിങ്ങൾ വളരെ പുതിയൊരു തുടക്കത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു പുതിയ തുടക്കമുണ്ടെന്നാണ്, റൊമാൻസ് ഉണ്ടെന്നാണ്. അതായത് റൊമാൻസ് ഇൻ ദ സെൻസ് ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല, എല്ലാത്തിനോടും ഒരു പ്രണയം തോന്നുക. ഭൂമിയോടും പ്രകൃതിയോടും മറ്റ് ജീവജാലങ്ങളോടും ഒക്കെ ഒരു റൊമാൻസ് തോന്നുക, പ്രണയം തോന്നുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പുതിയ തുടക്കമാണ്. ഫോളോ ദ ഫ്ലട്ടർ, ബി സോഫ്റ്റ്, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളി ഓപ്പൺ ടു വണ്ടർ. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ ഇന്ന് വളരെ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇവിടെയും സെയിമാണ് പറയുന്നത്, ഫോളോ ദ ഫ്ലട്ടർ. നമ്മുടെ പൂമ്പാറ്റകൾ ഇങ്ങനെ വരയ്ക്കത്തില്ലേ, ഇങ്ങനെയാണ് അവർ ഫ്ലൈ ചെയ്യുന്നത്. ദേ ആർ നോട്ട് ഫ്ലൈയിങ്, ദേ ആർ ഫ്ലട്ടറിങ്. അപ്പോൾ ഫോളോ ദ ഫ്ലട്ടർ, ആ എനർജിയുടെ വൈബ്രേഷനോടൊപ്പം നമ്മൾ ഫ്ലട്ടർ ചെയ്യാനാണ് പറയുന്നത്. ബി സോഫ്റ്റ്, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളി ഓപ്പൺ ടു വണ്ടർ. അപ്പോൾ നമ്മൾ മനോഹരമായിട്ട് നമ്മളെ തന്നെ ഈ പ്രകൃതിയുടെ സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ബോൾഡായിട്ടും കോൾഡായിട്ടും അതുപോലെ സോഫ്റ്റായിട്ടും നമ്മളെ തന്നെ ഓപ്പൺ ആക്കി വെക്കണം. നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ വേർഷനാണ് നമ്മളിന്ന് പുറത്ത് കാണിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ വേർഷൻ. ദേഷ്യം വന്നാൽ കടിച്ചു പിടിച്ച് നിൽക്കണം, ദേഷ്യം പുറത്ത് കാണിക്കരുത്. ആ സമയം ഒന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ അതിനെ പാച്ചപ്പാക്കിക്കോളും. വേദന വരുമ്പോൾ ആ വേദന
നമ്മളതിനെ എങ്ങനെ ക്യൂർ ചെയ്യാം, എങ്ങനെ വന്നു അതിനുള്ള ക്യൂർ കണ്ടുപിടിക്കുക, അവിടെ കിടന്ന് അലറിക്കറിഞ്ഞിട്ട് കാര്യമില്ല, അതിനുള്ള പരിഹാരം ചെയ്യുക. അപ്പോൾ വളരെ സോഫ്റ്റ് ആൻഡ് ബോൾഡായിട്ട് കാര്യങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്യണം, വളരെ കൈൻഡായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാണ് കാണുന്നത്. ദെൻ ടെംപ്റ്റേഷനാണ്. അവേക്കൻ ടു സെൽഫ് അവെയർനെസ്, ബ്രേക്ക് ഫ്രീ ഫ്രം അഡിക്ഷൻസ്, ലിമിറ്റിംഗ് ബിലീവ്സ് ആൻഡ് അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ്സ്. ഇതൊരു ഡബിൾ കാർഡാണ് കേട്ടോ. അതായത് നമുക്ക് ഒരുപാട് അഡിക്ഷൻസ് തോന്നാൻ സാധ്യതയുള്ള ദിവസമാണ്, ഒരുപാട് ഓവർ അറ്റാച്ച്മെൻറ്റ്സ് തോന്നാൻ സാധ്യതയുള്ള ദിവസമാണ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് ഉപേക്ഷിച്ചതായിരിക്കും, പാസ്റ്റിൽ തന്നെ നമ്മൾ ഉപേക്ഷിച്ചതായിരിക്കും, പക്ഷേ ഇപ്പോൾ നമുക്കതിനോട് വീണ്ടും ഒരു അഡിക്ഷൻ തോന്നുന്നു, ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു. അതുപോലെ നമ്മളെ തന്നെ ഒരു ലിമിറ്റിംഗ് ബിലീവ്സിൽ എനിക്കിത് പറ്റുമോ, ഞാൻ ഇത് ചെയ്തിട്ട് എന്താ കാര്യം, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് കാര്യമുണ്ടോ, ഞാനിത് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്ന് ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സിനെ എല്ലാം നിങ്ങൾ പറത്തി കളയണം. ഇത് നിങ്ങൾ ഫ്ലൈ ഹൈ ആണ് കേട്ടോ. ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഈ ലോകത്തിൽ ഈ സൂര്യന് കീഴിലുള്ള സർവമാന കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ഒരു ബിലീഫിനും നിങ്ങൾ ലിമിറ്റ് വെക്കേണ്ട, ലിമിറ്റ്ലെസ് ആയിട്ട് ചിന്തിക്കുക. അതുപോലെ ഒരു കാര്യത്തിനും അഡിക്ഷൻ ആവശ്യമില്ല, എന്തിനും ഒരു ലിമിറ്റ് വേണം, ആ ലിമിറ്റിൽ മാത്രം നിർത്തുക. ഓക്കെ. ആൻഡ് അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞു, പ്രത്യേകിച്ചും റിലേഷൻഷിപ്പുകളിൽ അൺഹെൽത്തി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സിന് പോകരുത്. ഉറപ്പായിട്ടും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വന്നാൽ അവിടെ ഹേർട്ട്, പെയിൻ ഉണ്ടാകും, അവിടെ പോവരുത്. മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ അവർ തരുന്ന സ്വാതന്ത്ര്യം അതാണ് നമുക്കുള്ളത്, അല്ലാതെ നമ്മൾ കയറി ഉണ്ടാക്കുന്ന സ്വാതന്ത്ര്യമല്ല. വൺസ് അവരതിനൊരു ലിമിറ്റ് ഉണ്ടാക്കിയാൽ നമ്മൾ പെയിൻഫുൾ ആവും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളൊരു ലിമിറ്റ് വെച്ച് അതിനകത്ത് നിൽക്കുന്നതല്ലാതെ ലിമിറ്റ്ലെസ് ആയിട്ട് ഒന്നിലേക്കും ഓവർ അറ്റാച്ച്മെൻറ്റിന് പോകാൻ പാടില്ല. യു ഹാവ് ദ പവർ ടു ലിബറേറ്റ് യുവർ സെൽഫ് ആൻഡ് റീക്ലെയിം യുവർ ഫ്രീഡം. നിങ്ങളെ പറത്തി വിടുക. അതുപോലെ നിങ്ങളുടെ ആ പവർ എന്തിനുള്ള പവറാണ്? ലിബറേറ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പറത്തി വിടാനും നിങ്ങളെ സ്വതന്ത്രമാക്കി വിടാനുള്ള പവറുണ്ട്. നിങ്ങളത് മേക്ക് യൂസ് ചെയ്യുക എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ടെംപ്റ്റേഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഓവർ അറ്റാച്ച്മെൻറ്റും ടെംപ്റ്റേഷനും ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഡബിൾ എനർജിയാണ്, പോകരുത്, പണി കിട്ടും. അപ്പോൾ അതിലോട്ടൊന്നും പോകണ്ട എന്ന്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ സന്തോഷം കണ്ടെത്താനുള്ള, നിങ്ങളെ ഓപ്പണപ്പാക്കി വിട്ടിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ വണ്ടേഴ്സിൽ ബോൾഡ് ആൻഡ് കോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഓപ്പൺ അപ്പ് ടു ദ വണ്ടേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു മൊത്തത്തിലുള്ള എനർജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടാരോ വെച്ചിട്ട് നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ്, എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന വളരെ നല്ലൊരു ദിവസമാണ്. ഞാൻ എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ വേർഷൻ പുറത്തെടുക്കുന്ന ദിവസമാണ്. ഞാൻ എന്നെ ഏറ്റവും മനോഹരമാക്കി വെക്കും, ഏറ്റവും ലിബറലായിട്ട് വെക്കും. ഞാൻ എല്ലാവർക്കും പ്രകാശനം നൽകുന്ന ഒരാളായിരിക്കും. ഒരു നെഗറ്റീവ് ഞാൻ മറ്റൊരാൾക്ക് ചെയ്യില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം കേട്ടോ. ഫസ്റ്റ് കാർഡ് വന്നിട്ട് എംപററാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളെ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എംപറർ എന്ന് പറഞ്ഞാൽ അയാളുടെ കിങ്ഡം അല്ല, അയാളുടെ എംപയറാണ്, സാമ്രാജ്യമാണ്, രാജ്യങ്ങളുടെ കൂട്ടമാണ് എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ എംപയർ ഫുള്ള് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒറ്റ ആളാണ്, എംപറർ. അപ്പോൾ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു എംപററിൻ്റെ കീഴിൽ യു ആർ പ്രൊട്ടക്റ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എല്ലാ വിധത്തിലുള്ള സംരക്ഷണം ഉണ്ട്. എങ്കിൽ പോലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, എല്ലാ വിധത്തിലുള്ള പ്രൊട്ടക്ഷനും ഉണ്ട്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആകണമെങ്കിൽ ആ പ്രൊട്ടക്ഷൻ എന്തോ ഒരു വിഘാതം വരുമ്പോഴാണല്ലോ പ്രൊട്ടക്റ്റഡ് ആവുന്നത്. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റീസിനെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ശ്രദ്ധയോടുകൂടി ഇന്നത്തെ ദിവസം ഇരിക്കണം. പിന്നെ ഇത് കുറച്ചൊരു ഈഗോ നമുക്കിന്ന് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, കൈൻഡായിരിക്കണം, ജെൻറ്റിലായിരിക്കണം, സോഫ്റ്റായിട്ട് പെരുമാറണം. അപ്പോൾ ഈ ഈഗോയും കൂടെ വരുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈഗോയിസ്റ്റ് ആയിരിക്കാൻ പാടില്ല. ഓക്കെ. ഇനി ജോബ് നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഒരു ഓഫർ, ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ഇൻ വർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചിലപ്പം ജോലി ചെയ്യുന്ന സെക്ഷനിൽ നിന്ന് മാറി നെക്സ്റ്റ് സെക്ഷനിലേക്ക് മാറുകയും അല്ലെങ്കിൽ വീട് മാറി ഒരു അപ്ഗ്രേഡ് ചെയ്തൊരു വീട്ടിലേക്ക് മാറുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുപോലെ ആദ്യം പറഞ്ഞ പോലെ ഈഗോയിസ്റ്റാണ്, കുറച്ച് ഈഗോ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം മറ്റുള്ള അതോറിറ്റികളുടെ അടുത്തേക്ക് നമ്മൾ ഈഗോയും കൊണ്ട് പോകരുത്. ഇത് അതോറിറ്റിയുടെയാണ്. ചിലപ്പോൾ കേസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവിടെ ഒരു റൂളിങ് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് ഫേവറബിൾ ആകാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക. അതാണ് എംപറർ. അതുപോലെ യൂണിഫോം ജോബ്സിലുള്ള ആളുകളുണ്ടല്ലോ, പോലീസ്, പട്ടാളം, കോടതിയാവാം, അതുപോലെ
റൂളിംഗ് പവറാണേ. റൂളിംഗ് പവറിലും ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മീറ്റപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതോറിറ്റി, ഒരു അധികാരിയെ പോയി നിങ്ങൾ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ഓഡിറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. അതാണ് എംപറർ എനർജി പറയുന്നത് കേട്ടോ. അതായത് അതോറിറ്റിയുടെ കീഴിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്നാണ്. അതോറിറ്റി നമ്മുടെ അടുത്ത് മറ്റുള്ളവർ അതോറിറ്റി കാണിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈഗോയും അപ്പോൾ ഹേർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറണം എന്നുള്ളതാണ് കേട്ടോ ഈഗോ. ദെൻ 8 ഓഫ് കപ്സ് ആണ്. ചില ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വം ഇറങ്ങി പോവാണ്, ലെറ്റ് ഗോ ചെയ്യുവാണ്. നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ നേരത്തെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പെയിൻ തോന്നിയിരുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരു സുഖവും ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു. അതിലൊന്നും ഒരു ദുഃഖവും തോന്നുന്നില്ല, സുഖം മാത്രമേ തോന്നുള്ളൂ. ആ പണ്ടാരം പോയല്ലോ എന്ന് മാത്രമാണ് തോന്നുള്ളൂ. അതാണ് 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്, ലെറ്റിംഗ് ഗോയാണ്. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെ, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളെ നമ്മളെടുത്ത് പുറത്തിടുന്നു, നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു, നമ്മൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നതാണ് ഈ 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആദ്യമേ പറഞ്ഞു, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിന് പോകരുത്. അപ്പോൾ ഇമോഷണലി നിങ്ങൾ എവിടെയെങ്കിലും കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് 8 ഓഫ് കപ്സ്. ഡെവിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട, ഡെവിൾ പറഞ്ഞല്ലോ. ഇത് അഡിക്ഷൻ, അറ്റാച്ച്മെൻറ്റ്, ഓവർ അറ്റാച്ച്മെൻറ്റ്, അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ്സ് ഒന്നും വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലതിനോട് ചില ഒബ്സഷൻ, ചില ആളുകളോട്, ചില സാധനങ്ങളോട് വല്ലാത്ത ഒബ്സഷൻ തോന്നാൻ സാധ്യതയുണ്ട്, അഡിക്ഷൻ തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വിട്ടേക്കുക. അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആവശ്യമില്ല. അതിൻ്റെ പിന്നാലെ പോയാൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ശരിയല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത എന്തെങ്കിലും കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 2 പ്രാവശ്യം ഡബിൾ എനർജി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. നിങ്ങളെ തന്നെ സംരക്ഷിക്കണം, നിങ്ങളുടെ എനർജി സംരക്ഷിക്കണം. മറ്റുള്ള ആളുകളുടെ ചിന്തയായിരിക്കാം, നോട്ടമായിരിക്കാം, അവരുടെ പ്രവൃത്തിയായിരിക്കാം നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഫുള്ള് ഡ്രെയിൻഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ എനർജിയെ ചൂണ്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഡെവിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടിയെ കണ്ണിന് മുന്നിൽ കാണാൻ പറ്റുമെന്ന്. ഓക്കെ, അവരെ നിങ്ങളിന്ന് കൃത്യമായിട്ട് കാണും. നിങ്ങൾ അതിൻ്റെ ശരിക്കുള്ള സൂക്ഷ്മവശം നിങ്ങൾക്കിന്ന് മനസ്സിലാകും എന്നുള്ളതാണ് ഡെവിൾ. അതുപോലെ തന്നെ നിങ്ങളുടെ പണമുണ്ടല്ലോ, പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ഡബിൾ എനർജി ഉണ്ട്. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി എന്നെ പിന്തുടരുന്നുണ്ടോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് എന്തും ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ എന്നെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ പിന്നെ ആർക്കും നമ്മളൊന്നും തോൽപ്പിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒബ്സഷന് പോകരുത്, അഡിക്ഷന് പോകരുത് കേട്ടോ. ഡബിൾ എനർജി ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം, വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ദെൻ 6 ഓഫ് സോർഡ്സ് ആണ്. ഇത് തന്നെയാണ്. റിലേഷൻഷിപ്പുകളിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ഒരു വീട്ടിൽ നിന്ന് മാറി വേറെ ഒരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ജോലി സ്ഥലം മാറിപ്പോവുക, റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ചിലപ്പോൾ വളരെ സാമ്പത്തിക ബാധ്യതയുള്ള ആളുകളാണെങ്കിൽ ആ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലി തേടി പോവുക, വിദേശത്തേക്കോ മറ്റോ ജോലി തേടിയൊക്കെ പോകുന്നതാണ് ഈ 6 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. ഇതൊരു യാത്രയുടെ കാർഡാണ് കേട്ടോ. അപ്പോൾ ഒരു യാത്ര ഇന്ന ദിവസം ഉണ്ടെന്നാണ് കാണുന്നത്. അത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയല്ല, കുറച്ച് ബുദ്ധിമുട്ടുകളോടുകൂടി ജീവിതത്തിൻ്റെ ദുരിതം തലയിൽ വെച്ചിട്ടാണ് ഈ പോകുന്നത്. നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം ഭയങ്കര മോശമായതുകൊണ്ട് ഒരു സമാധാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ബെറ്റർമെൻറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന എനർജിയാണ് ഈ 6 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. ദെൻ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പണം വരുന്നുണ്ടാവില്ല, പണത്തിനൊരു ബ്ലോക്കേജ് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിടത്ത് പെട്ടെന്നൊരു കൺട്രോൾ വന്നതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുപോലെ പണം ആവശ്യത്തിന് ഉപയോഗിക്കാൻ നിങ്ങളുടെ കയ്യിൽ കാണത്തില്ല, പണത്തിനൊരു കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ പിശുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പണം സ്പെൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് പിശുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ടും മറ്റുള്ളവരോട് കൂടിച്ചേരണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഒന്നും വിട്ടുകൊടുക്കില്ല. അപ്പം ആളുകളോട് സ്നേഹം കാണിക്കില്ല. അതുപോലെ നമുക്ക് പല കാര്യങ്ങളും അറിയാമെങ്കിലും നമ്മൾ അവരോട് അത് പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മളിലേക്ക് ഒതുങ്ങി നിൽക്കുന്നൊരു ദിവസമാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. ചാരിറ്റി വീണ്ടും യാത്രയുടെ കാർഡാണ്. ചിലപ്പോൾ ഒരു സംഭവിക്കാൻ സാധ്യതയില്ലാത്ത നിങ്ങളുടെ ഒരു ഇന്നത്തെ ഒരു രാവിലത്തെ നിങ്ങളുടെ അജണ്ടയിൽ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ദിവസം ഇങ്ങനെ ആയിരിക്കും എന്ന് തീരുമാനിക്കുമല്ലോ. അതിലില്ലാത്ത ഒരു യാത്ര, ഒരു അൺഎക്സ്പെക്റ്റഡ് യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അത് ചിലപ്പോൾ സാധ്യത വളരെ കുറവായിരിക്കും, ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ ഇന്ന് പോകും, ആ യാത്ര നിങ്ങളിന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. പല തടസ്സങ്ങളും വരും, പക്ഷേ എന്നാലും നിങ്ങൾ അതിനേക്ക് അതിജീവിച്ചിട്ട് യാത്ര പോകുന്നതായിട്ടാണ് കാണുന്നത്. ദെൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പ്രത്യേകം അതിന് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് കിട്ടും. അതുപോലെ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് വന്ന ദിവസം കിട്ടും. നിങ്ങളതിന് നിങ്ങൾക്ക് നിങ്ങളെ ചതിക്കില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ മോണിറ്ററിങ് കിട്ടും. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇന്ന് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റും. ആ ഒരു സ്റ്റക്ക്നെസ്സിൽ നിന്ന് മാറി നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഈ ചാരിറ്റ് എനർജി പറയുന്നത് കേട്ടോ. ദെൻ കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. ഇന്ന് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാൻ ഒരു അവസരം കിട്ടുന്ന ദിവസമാണ്. അതുപോലെ നിങ്ങളുടെ അറിവ്, പരിജ്ഞാനം ഒക്കെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഈഗോ, ഇവിടെ നമ്മൾ എംബറർ കണ്ടപ്പോഴും പറഞ്ഞു, ഒരു ഈഗോ നിങ്ങൾക്ക് ഇന്ന ദിവസമുണ്ട്. എന്നോടോ ഞാനോ എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ അത് ഹേർട്ട് ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഈഗോ വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവാൻ സാധ്യതയുള്ള സംഭവങ്ങളുണ്ടാവും. അതുപോലെ വഴക്കുണ്ടാകാനുള്ളൊരു ടെൻഡൻസി ഇന്ന് കൂടുതലായിരിക്കും. അതാണ് കിങ് ഓഫ് സ്വോർഡ്സ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ബാങ്കിൽ ലോണിനൊക്കെ പോവുകയാണെങ്കിലേ കിട്ടാൻ സാധ്യത കുറവാണ്. ഈ എംബററും കിങ് ഓഫ് സ്വോർഡ്സും ഒക്കെ പറയുന്നത് അവരവരുടെ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തിരിച്ചയക്കാനാണ് സാധ്യത കേട്ടോ. ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ അവിടെ ഒരു പുതിയ പ്രണയം എന്നാണ്. പുതിയ പ്രണയം ആയിരിക്കാം. ചിലപ്പം മുമ്പുണ്ടായിരുന്ന ആളുകളോട് നമുക്കൊരു പുതിയ ഇഷ്ടം തോന്നുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇന്നൊരു പുതിയ ഓഫർ, ജോബ് ഓഫറോ ഒരു പ്രണയ ഓഫറോ ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കമാണ്. ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. മേ ബി മെഡിറ്റേഷൻ ഒന്നും ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് അതിലോട്ടൊരു അട്രാക്ഷൻ തോന്നുക ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആണ്. ഇമോഷണൽ അവേക്കനിങ്ങും സ്പിരിച്വൽ അവേക്കനിങ്ങിനും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണോട് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നതാവാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങളിൽ ഉണ്ടാവുന്നതാവാം, അല്ലെങ്കിൽ ഒരു ഇമോഷണലായിട്ട് നിങ്ങൾ ബ്രോക്കൺ ആയിരിക്കുന്ന ഒരാളിനോട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യം തോന്നുന്നതായിരിക്കാനും സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ്. മേ ബി പുതിയൊരു ലവ് ആയിരിക്കാം, അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാവാനും സാധ്യതയുണ്ട്. ഒരു പുതിയ സ്നേഹം എല്ലാവരോടും തോന്നുന്നതായിട്ടാണ് കേട്ടോ. ദെൻ 5 ഓഫ് വാൺസ് ആണ്. വീണ്ടും വഴക്ക് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ചുറ്റുമുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ക്ലോസ് കോൺടാക്റ്റിലുള്ള ആളുകളുമായിട്ട് ചിലപ്പോൾ ഇന്ന ദിവസം കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗോസിപ്പിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളെക്കുറിച്ച് പുറത്തുള്ളവർ മോശം കാര്യങ്ങൾ പറയുന്നു എന്ന് നിങ്ങൾ അറിയുന്നതാവാം. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കും അങ്ങനെ ഒരു ടെൻഡൻസി മറ്റുള്ളവരെക്കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മാനസിക സംഘർഷം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈ ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമമായിരിക്കും. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയാലും എങ്ങനെ, അങ്ങനെ നമ്മൾ ഒരു കാര്യങ്ങൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ കോൺഫ്ലിക്റ്റഡ് ആവുന്നതാണ് കേട്ടോ. ദെൻ 4 ഓഫ് കപ്സ് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് യൂണിവേഴ്സ് ഒരുപാട് ഓഫേഴ്സ് നമുക്ക് ചുറ്റും കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. നമ്മൾ പക്ഷേ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഈ പാസ്റ്റിൽ പോയതിനെ ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മളാകെ നിരാശരാണ്. എന്നാലും എനിക്കിത് പറ്റിയല്ലോ, എന്നാലും എനിക്കിത് പറ്റി, എനിക്ക് മാത്രം ഇത് പറ്റി എന്നൊക്കെ ഓർത്തിട്ട് നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ഈ 4 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. എൻ്റെ ചോയ്സ് തെറ്റിപ്പോയി, എനിക്ക് കുറച്ചും കൂടെ നല്ലത് എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നല്ലത് ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്നത്തെ ദിവസം എന്നല്ല, ഒരു ദിവസവും നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആൾ നിങ്ങളാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുക. അതുപോലെ നിങ്ങൾ എന്ത് കാര്യത്തിനായാലും, ഇപ്പോൾ ലവ് ആണെങ്കിലും മണി ആണെങ്കിലും ജോബാണെങ്കിലും, ഇതിനെല്ലാം ഞാൻ അർഹനാണ്, ഞാൻ എല്ലാവരെയും പോലെ ഞാനും ഇതിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ്, എനിക്കിത് കിട്ടാൻ എല്ലാ യോഗ്യതയുണ്ട്, അപ്പോൾ ഞാനിതിന് ഡിസേർവിങ് ആണ്, എനിക്കിത് വേണം എന്ന് വിചാരിക്കണം. അല്ലാതെ അയ്യോ എനിക്ക് മാത്രം ഇല്ലേ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല, എനിക്ക് മാത്രം കിട്ടില്ല, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊരിക്കലും നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് എനർജിയിൽ ഐ ആം ബ്ലെസ്ഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം ഇനഫ്, ഞാൻ എല്ലാ കാര്യത്തിനും ഞാൻ ഇനഫാണ്, ഞാൻ എല്ലാത്തിനും തികഞ്ഞ ഒരാളാണെന്ന് നിങ്ങളെ തന്നെ സമ്മതിച്ചു കൊടുക്കണം. നിങ്ങളുടെ സോളിനെ അംഗീകരിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. നമ്മൾ എന്നെക്കൊണ്ടൊന്നും കൊള്ളത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരത്തില്ല. അപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ഏറ്റവും പോസിറ്റീവായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതാണ്
4 ഓഫ് കപ്സ് പറയുന്നത് കേട്ടോ. കാരണം അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇന്ന് വന്ന് കിട്ടും. നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ജോബ് ഓഫർ ആയാലും പണമായാലും പണം തരാനുള്ള ആളുകളായാലും ഇന്ന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഓഫറുകൾ വരുന്നുണ്ട്. അത് ജോബ് ഓഫർ ആയാലും പണമായാലും അതുപോലെ ലവ് ആയാലും ഓഫേഴ്സ് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എവിടെയാണോ നിശ്ചലമായി പോയത് അവിടെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. അവിടെ ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. എവിടെയാണോ സ്റ്റക്കായത് ആ സ്റ്റക്ക്നെസ് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ സ്റ്റക്ക്നെസ് എന്താണോ സ്റ്റക്കായത് ആ സ്റ്റക്ക്നെസ് മാറിയിട്ട് അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.